ടുഡേ സെഷൻ ஆல்ரெடி பறஞ்ச கிளாஸ்ல நீங்க ட்ரை பண்ணியிருந்தா ஏதாவது டவுட் இருந்தா சொல்லிக்கலாம். அதுதான் டுடே செஷன். ആരെങ്കിലും എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അതെ, ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞ സെഷനിൽ ഞാൻ ലീവായിരുന്നു, എനിക്ക് അതുകൊണ്ട് അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. അതിന്റെ വീഡിയോ നമ്മൾ അയക്കുന്നുണ്ടായിരുന്നല്ലോ, ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി. അത് ഞാൻ നോക്കാട്ടോ. അതിൽ എനിക്കും കഴിഞ്ഞ സെഷനിലൊന്നും നോക്കാൻ പറ്റില്ല, അതിന് മുന്നത്തെ വരെ ഞാൻ ട്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡൗട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അന്ന് നോക്കിയപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ഡൗട്ട്സ് ഞാൻ കണ്ണദാസിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ സെഷനാണ് എനിക്ക് ചെയ്ത് നോക്കാൻ പറ്റാതിരുന്നത്. കഴിഞ്ഞ സെഷനകത്ത് നമ്മൾ കൂടുതലായിട്ടും പറഞ്ഞത് മറ്റേ ഓരോന്നും എങ്ങനെ കണക്ട് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ജാവ ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, ജാവയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ബേസിക് ജാവ നോളജ്, അത് രണ്ടുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ശരിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും ദിവസത്തെ ക്ലാസ്സിൽ ഉണ്ടായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ ഇത് ട്രൈ ഔട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥലത്ത് സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചിരുന്നത്. വേറെ ഒന്നും ഇതിനകത്തില്ല. ഡൗട്ട് ചോദിക്കുക അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ ഇതിപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നമ്മളിനി എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ അടുത്തൊരു പ്രൊജക്റ്റിൽ ഇപ്പോൾ റാൻഡം ആയിട്ട് ആരെങ്കിലും ഓട്ടോമേഷൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ അസൈൻ ചെയ്യും. വേറെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല, സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, മ്യൂട്ട് ചെയ്തു ആരുമില്ലെന്ന് തോന്നുന്നു. പിന്നെ വി കൺസോളിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയാത്ത ആരെല്ലാം ഉണ്ടോ ഇവിടെ, ലൈക്ക് ഈ മീറ്റിംഗിൽ? വി കൺസോൾ എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വി കൺസോളിൽ എന്തൊക്കെയുണ്ട്, അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ചെറിയ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ബ്രോ, അതിന്റെ അഡ്മിൻ ഒന്നും ഇതുവരെ അങ്ങനെ നോക്കാത്തത് കൊണ്ട് അതിനെ പറ്റിട്ട്. ഓക്കെ. പക്ഷെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോനു ക്ലിയർ ആയിട്ടില്ലേ? അതല്ല അറിയാം. ഈ പവർ മുകളിലത്തെ കീയില്ലേ, അതും സോറി അതല്ല, ലോക്കിന്റെ കീയില്ലേ, അതും പറയാം, മുകളിലത്തെ ലോക്ക്. ഓക്കെ, പിന്നെ നമ്മളിനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വി കൺസോളിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും എത്തിക്കുക എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാർ അന്നൊരു ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ സാറ് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ലൈക്ക് MCU, SFU, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ വി കൺസോളിൽ ആക്ച്വലി നമ്മൾ രണ്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഗൂഗിൾ മീറ്റ് ഒക്കെ കയറുവാണെങ്കിൽ കാണാൻ പറ്റും. ഗൂഗിൾ മീറ്റിലൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ടൈൽ നമുക്ക് കാണാൻ പറ്റും, ഇൻഡിവിജ്വൽ ടൈൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അവരുടെ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ടൈൽ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഗൂഗിൾ മീറ്റിൽ. അത് ആക്ച്വലി ചെയ്യാൻ പറ്റുന്നത് SFU ആണെന്നുള്ള കൊണ്ടാണ്. SFU എന്താണ്, MCU എന്താണെന്നൊക്കെ സാർ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാതിരിക്കുന്ന ഒരു ഐഡിയയിലാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത്. പറയണോ? SFU സെലക്റ്റീവ് ഫോർവേഡിങ് യൂണിറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ടൈലും ഓരോ ആൾക്കാരുടെ വീഡിയോയും സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ലൈക്ക് ഇപ്പോൾ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെയും സ്ട്രീം സെർവറിൽ പോയിട്ട് അതിൽ നിന്ന് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സ്ട്രീമിൽ ഒരെണ്ണം കുറവായിരിക്കും, എൻ്റെ സ്ട്രീം വെച്ച് ബാക്കി എല്ലാ സ്ട്രീമും എനിക്ക് വരും. അതുകൊണ്ട് തന്നെ എനിക്കത് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റും. MCUവിൻ്റെ കേസിൽ ഈ വീഡിയോയുടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് MCU സെർവറിലാണ്. ഇപ്പോൾ 10 പേരുണ്ടെങ്കിലും അവിടുന്ന് തിരിച്ചു വരുന്നത് ഒറ്റ സ്ട്രീം ആയിരിക്കും. 10 പേരുണ്ടെങ്കിലും 10 പേരുടെയും വീഡിയോ MCUവിൽ കമ്പൈൻ ചെയ്തിട്ട്
അതിൽ എൻ്റെ ഒഴിച്ചിട്ടുള്ള സ്ട്രീം ആയിരിക്കും വരിക. അത് മാത്രമാണ് എനിക്ക് വരിക. മറ്റേതെന്ന് പറഞ്ഞാൽ SFU എന്ന് പറയുമ്പോൾ 4 പേരുടെ സ്ട്രീമും സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് കിട്ടും. അപ്പൊ SFUവിൽ കുറച്ചുകൂടെ നെറ്റ്വർക്ക് വേണ്ടി വരും. MCUവിൽ അത്രയും നെറ്റ്വർക്ക് നമുക്ക് വേണ്ടി വരില്ല. ചെറിയ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ SFU ആണ് കൂടുതലായിട്ട് എന്താ പറയാ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വലിയ മീറ്റിങ്ങുകൾക്കാണ് നമ്മൾ MCU കൊടുക്കുക. ഇപ്പൊ നമ്മുടെ vConsole തന്നെ SFU MCU രണ്ടും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പൊ നിങ്ങൾ ചില ആൾക്കാർ IM ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? IM കുറച്ച് പേർക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ലേ? IM എന്ന് വെച്ചാൽ ബീറ്റാ V2 ആയിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നത്. ബീറ്റാ V2 എന്ന് പറഞ്ഞിട്ട് URL. ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഉണ്ട്. ഓക്കെ, നിങ്ങൾ ബീറ്റാ V2 നിങ്ങൾ ആരെങ്കിലും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ലൈക്ക് ഒരു തവണയെങ്കിലും. അപ്പൊ അതിനകത്തൊക്കെ IMA അറിയാൻ സാധ്യതയുള്ളൂ, ബീറ്റാ V2 ഒന്നും അറിയാൻ സാധ്യതയില്ല. ഇൻസ്റ്റന്റ് മെസ്സേജിങ് നമ്മൾ ഒരു തവണ എല്ലാവരെ കൊണ്ട് സാർ ഉപയോഗിക്കാൻ പറഞ്ഞതല്ലേ IM. അതെ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആണ്. പക്ഷെ ഇപ്പോ ഇൻഡിവിജ്വലി എല്ലാവരും മീറ്റിംഗിൽ എല്ലാവരും 1 മണിക്കൂറെങ്കിലും വേറെ പ്രൊജക്ടുകൾ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് പേർക്ക് IM നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പക്ഷെ IMന്റെ ഇപ്പൊ IMൽ കിടക്കുന്നത് കുറച്ച് പഴകിയ വേർഷനാണ്. ലൈക്ക് ഫസ്റ്റ് വന്ന വേർഷനാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്തത് ബീറ്റാ V2 ആണ് അവർക്ക് കൊടുത്തത്. ബീറ്റാ V2ൽ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. IMൽ ഇല്ലാത്ത കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് ബീറ്റാ V2ൽ വന്നതുകൊണ്ട് നമ്മൾ ബീറ്റാ V2 ആണ് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത്. സോ IM തന്നെയാണ് ബീറ്റാ V2, ബട്ട് കുറച്ചുകൂടെ ഫീച്ചർ കൂടുതലുള്ളത് ബീറ്റാ V2ലാണ്. അപ്പൊ അതിനകത്തൊക്കെ നിങ്ങൾ മീറ്റിംഗ് കയറി കഴിഞ്ഞാൽ ഇപ്പൊ vConsoleൽ ഇപ്പൊ മീറ്റിംഗ് കാണുന്ന പോലെ അല്ല ബീറ്റാ V2 അല്ലെങ്കിൽ IMൽ കാണുന്നത്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ലൈക്ക് അതിനകത്ത് ഇൻഡിവിജ്വൽ ആൾക്കാരുടെ ടൈല് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഓരോരുത്തരുടെയും മ്യൂട്ടിന്റെ ഐക്കൺ, വീഡിയോയുടെ മ്യൂട്ട്, ഓഡിയോയുടെ മ്യൂട്ട്, അതൊക്കെ നമുക്ക് ആ ടൈലിൽ തന്നെ കാണാൻ പറ്റും. ആ ടൈല് കണ്ട ആ ടൈലിൽ അങ്ങനെ കാണുന്നത് ആ രീതിയിൽ കാണിക്കുന്നത് SFUലാണ്. ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒറ്റ വീഡിയോ വരുന്നത് SFUലാണ്, സോറി MCUലാണ്. അതാണ് ഈ വീഡിയോ പരമായിട്ട് ഡിഫറൻസ് വരിക. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ vConsole മീറ്റിംഗ് ബാൻഡ് വിഡ്ത്ത് പറഞ്ഞ 1 Mbps ബാൻഡ് വിഡ്ത്ത് മതി എന്ന രീതിയിലാണ് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ബാൻഡ് വിഡ്ത്തിൽ നമുക്ക് മീറ്റിംഗിൽ കയറാൻ പറ്റും. കുറഞ്ഞ ബാൻഡ് വിഡ്ത്തിൽ മീറ്റിംഗ് കയറുമ്പോൾ അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷെ മിനിമം ബാൻഡ് വിഡ്ത്ത് 1 Mbps മതി എന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. 1 Mbps മീറ്റിംഗ് കയറാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പൊ SFU MCU ആ രണ്ട് ടെക്നോളജി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ സപ്പോസ് ഒരു ലോഗിൻ ആണ് ഞാൻ ലോഗിൻ ചെയ്യേണ്ടത്. ഏതെങ്കിലും സ്ക്രീൻ ഷെയർ കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. നമുക്ക് vConsoleൽ ഇപ്പൊ vConsoleൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ പറയുന്നത് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അല്ലാത്തവർക്ക് ഒരു നോളജ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് റിലീസ് വന്നപ്പോൾ ഓൾറെഡി കുറെ പ്രൊജക്റ്റിൽ നിന്ന് ആൾക്കാരെ വലിച്ചാണ് നമ്മൾ പ്രൊജക്റ്റിലേക്ക് എടുത്തിട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പൊ നമ്മൾ ഇനി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്രൊജക്റ്റ് ഇപ്പോൾ വേറെ ആളിട്ട് കഴിഞ്ഞാൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. സപ്പോസ് ഇപ്പോൾ ഒരു ഫീച്ചർ മാത്രമാണെങ്കിൽ ആ ഫീച്ചർ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ vConsole ഫുള്ള് പറഞ്ഞു കൊടുക്കേണ്ടി വരും. vConsoleന്റെ ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത് സാധാരണ ഇപ്പോൾ ബീറ്റയാണ് ഞാൻ കാണിക്കുന്നത്, ബിസിനസ് അല്ല കാണിക്കുന്നത്, ജസ്റ്റ് ബീറ്റയാണ് കാണിക്കുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന vConsoleൽ ഈ പേജ് ആയിരിക്കും, ലോഗിൻ പേജ്. ഇതിൽ നമുക്ക് എന്താ പറയാ സൈൻ ഇൻ വിത്ത് ഇമെയിൽ ഉണ്ട്, സൈൻ വിത്ത് മൈക്രോസോഫ്റ്റ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് സൈൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു SSO ആണ്, സിംഗിൾ സൈൻ ഓൺ. നമ്മളിപ്പോ ഗൂഗിളിന്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അങ്ങനെയൊക്കെ കാണിക്കില്ലേ, അതുപോലത്തെ സിംഗിൾ സൈൻ ഓൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് vConsoleൽ അക്കൗണ്ട് എടുക്കുക. പക്ഷെ ആക്ച്വലി അറ്റ് ദ മൊമെന്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ച് നമ്മുടെ vConsoleൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക്ഔട്ട് ആവുള്ളൂ. ബട്ട് അത് വേറെ ക്ലയന്റ് സ്പെസിഫിക് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. സിംഗിൾ സൈൻ ഓൺ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് vConsoleൽ ഇതുവരെ നമ്മൾ അക്കൗണ്ട് ക്രിയേഷൻ സമ്മതിക്കുന്നില്ല. നമ്മൾ അഡ്മിനിൽ തന്നെ നേരിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ അക്കൗണ്ട് ക്രിയേഷൻ ത്രൂ രജിസ്ട്രേഷൻ ഫോം അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സൈൻ വിത്ത് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ട് എടുത്തിട്ട് സൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. ആ യൂസർ നെയിം പാസ്വേഡ് വെച്ച് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഇന്റർഫേസിലായിരിക്കും വരിക. ഇനി ഇതിനകത്ത് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇതാണ് അവരുടെ vConsoleന്റെ ഡാഷ്ബോർഡ്. അതിൽ നമുക്കൊരു കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതാണ് ഈ കാണുന്നത്. പിന്നെ
നമുക്ക് കോണ്ടാക്ട്സ് ആഡ് ചെയ്യാം. ഇവിടെ ഷെഡ്യൂൾ ചെയ്യുന്ന കോൺഫറൻസുകൾ ഈ ലിസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഓരോ കോൺഫറൻസ് ഇവിടെയാണ് ലിസ്റ്റ് ചെയ്ത് വരിക. പിന്നെ നമുക്ക് കോണ്ടാക്ട്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെയൊക്കെ മെയിൽ ഐ ഡി നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാം, പേര് വെച്ചിട്ട്. അതുപോലെ തന്നെ അവരെ വെച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഗ്രൂപ്പിൽ മെയിൽ ഐ ഡി ഉള്ള ആൾക്കാരെ വെച്ച് ആഡ് ചെയ്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇവിടെ ആയിരിക്കും ലിസ്റ്റ് ചെയ്യുക. പിന്നെ ഹിസ്റ്ററി എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ നടത്തിയ മീറ്റിങ്ങുകളൊക്കെ അതിൻ്റെ റെക്കോർഡാണ് ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്ററി എന്ന് വെച്ചാൽ നമ്മൾ നടത്തിയ എല്ലാ മീറ്റിങ്ങുകളും ഇവിടെ റെക്കോർഡ് ഉണ്ടാവും. ഇവിടെ മോർ കൊടുക്കുക, പുതിയ മീറ്റിംഗ്സ് റെക്കോർഡാകും. ഹിസ്റ്ററി കാണാൻ പറ്റും. ദെൻ റെക്കോർഡിങ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മീറ്റിംഗിൽ റെക്കോർഡിങ്ങിന്റെ ഫീച്ചർ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റെക്കോർഡിങ്സ് ഉള്ളത്. പിന്നെ പ്രൊഫൈൽ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുക. ദെൻ പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി വന്നിട്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഇപ്പോൾ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എനേബിൾഡ് ആണ്. ലൈക്ക് നമുക്ക് അക്കൗണ്ടിൽ കയറണമെങ്കിൽ ഇപ്പോൾ ഒരു ഫോണിലൊരു കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതുപോലത്തെ ഒരു കൺഫർമേഷൻ മെത്തേഡാണ് 2 ഫാക്ടർ ഒതന്റിക്കേഷൻ. അത് നമ്മൾ ഇവിടെ ഒരു സ്കാനർ ഉണ്ട്. ഇതിന് ഓൾറെഡി എനേബിൾ ആയിരിക്കുന്നതുകൊണ്ടാണ് ഇത് കാണിക്കാൻ പറ്റാത്തത്. ഡിസേബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റേ കഴിച്ചു. അല്ല, കുഴപ്പമില്ല. അപ്പോൾ ഒരു ഡിസേബിൾ ചെയ്യണം. സമയമില്ലായിരുന്നു പറയും. നമ്മളിപ്പോ ഇങ്ങനെ നിങ്ങൾക്കൊക്കെ അക്കൗണ്ടിലൊക്കെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എനേബിൾ ചെയ്യാനായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ OT, ഗൂഗിൾ ഒതന്റിക്കേറ്റർ, അങ്ങനത്തെ ഒരു ഒതന്റിക്കേഷൻ ആപ്സ് വെച്ചിട്ട് നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്യുമ്പോൾ ഒരു 6 ഡിജിറ്റ് കോഡ് കിട്ടും. ആ കോഡ് കൊടുത്ത് നമുക്ക് ഇവിടെ MFA എനേബിൾ ചെയ്യാൻ പറ്റും. ഈ MFA എനേബിൾ ചെയ്യുന്നത് നമ്മൾ അഡീഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. അത് കൂടാണ്ട് ഇപ്പോൾ വീക്കൺസോളിന്റെ അഡ്മിൻ, അല്ലെങ്കിൽ നമ്മൾ വീക്കൺസോളിന്റെ മാത്രമല്ല അതിന്റെ ഏത് ഫ്ലേവറിന്റെ അഡ്മിൻ എടുക്കണമെങ്കിലും നമ്മൾ 2FA എനേബിൾ ആയിരിക്കണം. 2FA എനേബിൾ ആയാൽ മാത്രമേ ഉള്ളൂ അഡ്മിനിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ആർക്ക് അഡ്മിനിൽ കയറണം എന്ന് പറഞ്ഞാലും ഈ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എനേബിൾ ചെയ്യാണ്ട് അക്കൗണ്ട് വെച്ചിട്ട് കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രിഫറൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇപ്പോൾ വീക്കൺസോളിന്റെ മീറ്റിംഗിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. അണ്ണ ക്ലിക്ക് ചെയ്ത പക്ഷേ പുറത്ത് ക്ലിക്ക് ചെയ്തോടെ തൽക്കാലം നന്ദി. ഈ കൺസോളില് നമുക്കിപ്പോൾ ഇത് കണ്ടോ, കസ്റ്റം വാട്ടർമാർക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ മീറ്റിംഗ് കയറുമ്പോൾ ചിലപ്പോൾ ഈ കൺസോളിന്റെ ഒരു ലോഗോ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് കാണാൻ പറ്റാറുണ്ട് ഇല്ലേ? അത് വരുന്നത് ഈ കസ്റ്റം വാട്ടർമാർക്ക്, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത വാട്ടർമാർക്കാണ്. അത് കൂടാണ്ട് നമുക്ക് കസ്റ്റമായിട്ടും വാട്ടർമാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അഡ്മിൻ പ്രിവിലേജ് വെച്ചിട്ട് കൊടുക്കുന്നതാണ്. അഡ്മിനിൽ നമ്മൾ എനേബിൾ ചെയ്യുമ്പോഴാണ് കിട്ടുക. അതുപോലെ തന്നെ വാട്ടർമാർക്കിന്റെ പൊസിഷനും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോൾഡിംഗ് സ്ക്രീൻ, അതിപ്പോൾ വീക്കൺസോളിൽ ഒരു മീറ്റിംഗ് എടുക്കുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ പ്ലീസ് വെയിറ്റ് ഫോർ അവർ പാർട്ടിസിപ്പൻസ് ടു ജോയിൻ എന്ന് പറഞ്ഞൊരു സ്ക്രീൻ കാണിക്കാറില്ലേ? അത് നമ്മുടെ ഹോൾഡ് സ്ക്രീൻ ആണ്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് ആണ്. ഇപ്പൊ കണ്ണദാസൻ ഇട്ടേക്കുന്ന ഇമേജ് ആണ് ഈ കാണുന്നത്. അതുപോലെ അത് ഇവിടെ കാണാൻ പറ്റും നമുക്കത്. അതുപോലെ തന്നെ പിന്നെ പ്രൊഫൈലിനകത്തുള്ളത് ടേംസ് ഓഫ് യൂസും പ്രൈവസി പോളിസി. നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമ്മൾ എവിടെയാണ് ക്യാമറ ആക്സസ് എടുക്കുന്നത്, നമ്മുടെ പ്രൈവസി സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്നുള്ള അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്ന 2 സെക്ഷനാണിത്. കണ്ടന്റ് ആണ്, അത് ലീഗൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. അത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഡാഷ്ബോർഡ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ട് എ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊരു കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്യാണ്ട് തന്നെ പെട്ടെന്നൊരു കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് സ്റ്റാർട്ട് എ കോൺഫറൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉള്ളത്. ഇപ്പൊ ജോയിൻ എ കോൺഫറൻസ് സെക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ സാധനം ചോദിക്കാറാണ്. അത് ഓൾറെഡി ഇന്റഗ്രേറ്റ് ഇരിക്കുന്നുണ്ട്. കണ്ടു മനസ്സിലായി.
ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു കോൺഫറൻസ് ഐ ഡി ഒരു പാസ്വേഡും നമുക്ക് ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കോൺഫറൻസ് ഐ ഡിയും പാസ്വേഡ് അടിച്ച് ജോയിൻ ചെയ്യാൻ പറ്റും. അതിനായിട്ടുള്ള സെക്ഷനാണിത്. ഇത്രയും കാര്യങ്ങളാണ്. ഷെഡ്യൂൾ ചെയ്യുന്ന പേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് കൊടുക്കേണ്ടത് ഒരു കോൺഫറൻസിന്റെ ടൈറ്റിൽ കൊടുക്കണം, അതിന്റെ ടൈം ഡീറ്റെയിൽസ് കൊടുക്കണം, പിന്നെ അതെ ബേസിക്കലി ഈ 2 ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. കോൺഫറൻസിന്റെ ടൈറ്റിലും ടൈമും കൊടുത്തു കഴിഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇതിൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ കോൺടാക്ട്സ് ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്, ഈ കോൺടാക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ വരുന്നത് ഇവിടെയാണ് വരിക. ആഡ് ഇൻവൈറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന കോൺടാക്ട്സ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. കോൺടാക്ട്സും ഗ്രൂപ്പും ഇവിടെ ലിസ്റ്റ് ചെയ്യും. നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള ആൾക്കാരെ ചൂസ് ചെയ്ത് ആഡ് ചെയ്യാം. അത് പറഞ്ഞപ്പോൾ നമുക്ക് 2 ടൈപ്പ് പാർട്ടിസിപ്പൻസ് ആണ് ഉള്ളത്, ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് പറയും. ആക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് മീറ്റിംഗിൽ കയറി സംസാരിക്കാനും കാണാനും ഒക്കെ പറ്റും. ലൈക്ക് അവരുടെ വീഡിയോ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ വീഡിയോ അവർക്കും കാണാൻ പറ്റും. അത് ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ്. പിന്നെ പാസീവ് എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മീറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ കാണാൻ പറ്റും. ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരെയൊക്കെ ഈ പാസീവായിട്ട് കയറുന്ന ആൾക്ക് കാണാൻ പറ്റും. പക്ഷേ പാസീവായിട്ട് കയറുന്ന ആൾക്കാർ ജസ്റ്റ് ഒരു വ്യൂ ഓൺലി പാർട്ടിസിപ്പൻ്റ് ആണ്. അവർക്ക് മീറ്റിംഗ് നടക്കുന്നത് കാണാൻ മാത്രമേ പറ്റുള്ളൂ, ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അവരെ നമുക്ക് മീറ്റിങ്ങുകളിൽ ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അത് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ബേസിക് ആയിട്ട് പറയുമ്പോൾ ആക്റ്റീവും പാസീവും 2 പാർട്ടിസിപ്പൻ്റ് ഉണ്ട്. ആക്റ്റീവ് എന്ന് പറയുമ്പോൾ മീറ്റിംഗിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, പാസീവ് എന്ന് പറയുമ്പോൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല, വ്യൂ ഓൺലി പാർട്ടിസിപ്പൻ്റ് ആണ്. ബേസിക് ആയിട്ട് ആ ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ ആക്റ്റീവായിട്ട് ഇൻവൈറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് ആഡ് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും പാസീവായിട്ടുള്ള ഇൻവൈറ്റീസിനെ ആഡ് ചെയ്യാൻ പറ്റും. 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഇൻവൈറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ മീറ്റിംഗിലേക്ക് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന മീറ്റിംഗ് ഇവിടെ ഷെഡ്യൂൾ ആയിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും നമ്മൾ അതിനകത്ത് ആരെയൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്തിരുന്നത്. ഞാനൊരു 2 ഗ്രൂപ്പാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഗ്രൂപ്പിലുള്ള പാർട്ടിസിപ്പൻസിനായിരിക്കും അവർ ലിസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് ഇൻവിറ്റേഷൻ ചെയ്യുന്നത്. ഈ ഇൻവിറ്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീറ്റിംഗ് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ കോൺഫറൻസ് ഇൻഫോ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടുന്ന് ഈ ഇൻഡിവിജ്വൽ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കോപ്പി ചെയ്യാൻ ഇവിടെ ഈ ഒരു ബട്ടണാണ്. അതുപോലെ തന്നെ പാസീവിന്റെ ലിങ്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കോപ്പി ചെയ്യാനും പറ്റും, ഫുള്ളായിട്ട് കോപ്പി ചെയ്യാനും പറ്റും. ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ചാറ്റ് വഴിയോ എന്ത് വഴി വേണമെങ്കിലും ഷെയർ ചെയ്യാം. അത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയാണ് ബേസിക് ആയിട്ട് വി കൺസോളിന്റെ ലോഗിൻ, വി കൺസോൾ ഡാഷ്ബോർഡ്, വി കൺസോളിൽ കാണുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? എനിക്ക് മനസ്സിലായില്ല, പുറത്തുനിന്ന് ഫ്ലോ വോയിസില്ല. ഓക്കെ, പിന്നെ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ എന്താ പറയാന്ന് വെച്ചാല് നമുക്ക് റിപ്പീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്കിപ്പോ നമ്മുടെ ഇപ്പോഴത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വെനസ്ഡേ ആണ് നമ്മൾ ഈ മീറ്റിംഗ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ വെനസ്ഡേയും എടുക്കേണ്ട മീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് വീക്കിലി ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീക്കും ആ സെയിം ഡേറ്റ് ആകുമ്പോൾ ഈ മീറ്റിംഗ് വീണ്ടും ആക്ടിവേറ്റ് ആവും. മീറ്റിംഗ് അവിടെ തന്നെ ഉണ്ടാവും, ബട്ട് ഈ മീറ്റിംഗിന്റെ എല്ലാ വീക്കിലും ഈ മീറ്റിംഗിന് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വീക്കിലും ഇത് വീണ്ടും റിമൈൻഡ് ആവും. അതുപോലെ തന്നെ ഡെയിലി എന്ന് പറഞ്ഞാൽ ഈ മീറ്റിംഗ് ഇപ്പൊ നമ്മൾ ഡെയിലി സ്റ്റാൻഡപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ സ്റ്റാൻഡപ്പിനൊക്കെയാണ് നമ്മൾ ഡെയിലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇത് റിപ്പീറ്റ് ആവും മീറ്റിംഗ്. അപ്പൊ മീറ്റിംഗ് റിപ്പീറ്റ് ആവണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നതാണ് റിപ്പീറ്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എനേബിൾ വെയിറ്റിംഗ് റൂം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആൾക്കാർ ചില മീറ്റിങ്ങുകളൊക്കെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം വെയിറ്റിംഗ് സ്ക്രീൻ ആയിരിക്കും കാണുക. യു ആർ ഇൻ എ വെയിറ്റിംഗ് റൂം, മോഡറേറ്റർ വിൽ ലെറ്റ് യു ഇൻ സൂൺ, അങ്ങനത്തെ ഒരു മീറ്റിംഗ് ആയിരിക്കും കാണിക്കുക, അങ്ങനത്തെ ഒരു മെസ്സേജ് ആയിരിക്കും കാണിക്കുക. അത് കാണിക്കുന്നതിന് കാരണമാണ് ഇത്. നമ്മളിപ്പോൾ ഇവിടെ ആക്റ്റീവിനും പാസീവിനും 2 ടൈപ്പ് പാർട്ടിസിപ്പന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 പാർട്ടിസിപ്പൻസിനും വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റിംഗ് റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മീറ്റിംഗിൽ ഇനി ആര് കയറിയാലും അവരാദ്യം വെയിറ്റിംഗ് റൂമിലായിരിക്കും വരിക. അവിടുന്ന് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ മെയിൻ മീറ്റിംഗ് റൂമിലേക്ക് കയറി വരത്തുള്ളൂ. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഈ സ്ക്രീൻ ഷെയർ പെർമിഷൻ. അതിപ്പോ
ചില മീറ്റിങ്ങുകളിൽ നമുക്ക് മോഡറേറ്ററിന്റെ പെർമിഷൻ ഇല്ലാണ്ട് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഇതുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാലാണ് ഇത് ചോദിക്കുക, പെർമിഷൻ ചോദിക്കുക. അത് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മോഡറേറ്ററിന്റെ പെർമിഷൻ ഇല്ലാണ്ട് പിന്നെ ആ മീറ്റിംഗിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ സമ്മതിക്കില്ല. ഇത് ഓഫാക്കി വെച്ചാൽ ആർക്ക് വേണേലും സ്ക്രീൻ ഷെയർ ചെയ്യാം എന്നാണ് അതിന്റെ മീനിങ്. പിന്നെ മ്യൂട്ട് പാർട്ടിസിപ്പൻസ് ഓൺ ജോയിൻ. ഇത് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ചില മീറ്റിങ്ങുകളിൽ നമ്മൾ പാസീവായിട്ടുള്ള ആൾക്കാർക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പാർഷ്യലി ആക്റ്റീവ് എന്ന രീതിയിലാവും. എന്ന് വെച്ചാൽ പ്രൊമോട്ടഡ് പാസീവ്. അവര് ആക്റ്റീവിന്റെ ലിസ്റ്റാണ് ചെയ്യുക, പക്ഷെ ഒരു ടാഗ് ഉണ്ടാകും പ്രൊമോട്ടഡ് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. അല്ലാതെ പാസീവായിട്ട് കയറുന്നവർക്ക് കാണാൻ മാത്രമേ ഉള്ളൂ. സ്ക്രീൻ ഷെയറും കാണാൻ പറ്റും, പക്ഷെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ററാക്ഷൻ ഒന്നും നമുക്ക് സമ്മതിക്കില്ല. ഇത് മ്യൂട്ട് പാർട്ടിസിപ്പൻസ് ഓൺ ജോയിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മീറ്റിംഗിൽ കയറുമ്പോൾ ഈ ഓപ്ഷൻ എനേബിൾഡ് ആണെങ്കിൽ അതിനകത്ത് കയറുന്ന എല്ലാ പാർട്ടിസിപ്പൻസും ഡീഫോൾട്ട് മൈക്ക് മ്യൂട്ട് ആയിട്ടായിരിക്കും ജോയിൻ ആവുക. ചില മീറ്റിംഗ് അപ്പൊ നമുക്ക് ഒരുപാട് നോയ്സ് ഉണ്ടാവില്ല. ലൈക്ക് ഇപ്പൊ നമ്മൾ എല്ലാം അൺമ്യൂട്ട് ആക്കിയാണ് കയറുന്നതെങ്കിൽ എല്ലാവരും വന്ന് കയറുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്തോരം ഉണ്ടാവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കരമായ നോയ്സ് വരാം. അത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മ്യൂട്ട് പാർട്ടിസിപ്പൻസ് ഓൺ ജോയിൻ. അപ്പൊ കയറുമ്പോൾ എല്ലാവരും മ്യൂട്ട് ആയിരിക്കും. പിന്നെ അവർക്ക് സംസാരിക്കണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അങ്ങനെ ആയിരിക്കും ഇത് വരിക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇതിനകത്തുള്ള സെറ്റിംഗ്സ്. പിന്നെ നമുക്ക് കുറച്ച് അഡ്വാൻസ് ഓപ്ഷൻസും ഉണ്ട്. അഡ്വാൻസ് ഓപ്ഷൻസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷോ വീഡിയോ എനേബിൾഡ് യൂസേഴ്സ് ഫസ്റ്റ് ഇൻ ദ ലേഔട്ട്. ഇപ്പൊ നമ്മുടെ മീറ്റിംഗിൽ വരികയാണെങ്കിൽ ആരും തന്നെ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. അപ്പൊ അത് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഫീച്ചർ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വീഡിയോ എനേബിൾ ചെയ്ത ആൾക്കാരെ മാത്രം ആദ്യത്തെ ടൈലിൽ കാണിക്കും. അപ്പൊ ഒരുപാട് പേരുണ്ട്, എല്ലാവരും വീഡിയോ എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എനേബിൾ ചെയ്ത ആൾക്കാരെ മാത്രം ഫ്രണ്ടിൽ കാണിക്കും. അതിനുശേഷം താഴത്തേക്കായിരിക്കും വീഡിയോ ഇല്ലാത്ത ആൾക്കാരെ കാണിക്കുക. അതാണ് വീഡിയോ എനേബിൾഡ് യൂസേഴ്സ് ഫസ്റ്റ് ഇൻ ദ ലേഔട്ട്. ദെൻ ഷോ ഓൺലി വീഡിയോ എനേബിൾഡ് യൂസേഴ്സ് ഇൻ ദ ലേഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എനേബിൾ ചെയ്ത ആൾക്കാരെ മാത്രമേ കാണിക്കുള്ളൂ, ബാക്കിയുള്ളവരൊന്നും കാണിക്കില്ല. ഇപ്പൊ ഈ മീറ്റിംഗിൽ ഞാൻ ആ ഓപ്ഷൻ എനേബിൾ ചെയ്തു, ഇതിന് പെർമിഷൻ ഇല്ല. അതുകൊണ്ടാണ് മോഡറേറ്റർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ മീറ്റിംഗിൽ അത് കാണിക്കാം. നമുക്കത് സെറ്റിംഗ്സ് പേജിൽ നിന്ന് എനേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഇതിലേതിൽ ഒരു ഓപ്ഷനെ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ എനേബിൾഡ് യൂസേഴ്സ് ഫസ്റ്റ് ഇൻ ദ ലേഔട്ട് കൊടുത്താൽ ഈ ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റില്ല. ഇത് ഡിസേബിൾ ചെയ്താൽ മാത്രമേ ഇത് എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടും കൂടെ ഒരേ ടൈം എനേബിൾ ചെയ്യാൻ പറ്റില്ല. ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് കോൺഫറൻസ് ബിഫോർ. അത് ഇപ്പൊ ഡിസേബിൾ ആയിട്ട് കാണിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വീക്കിലി ചൂസ് ചെയ്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ നെവർ ചൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. കാരണം വീക്കിലി റിപ്പീറ്റ് ആയി അല്ലെങ്കിൽ ഡെയിലി റിപ്പീറ്റ് ആയി വരുന്ന മീറ്റിംഗിക്ക് നമുക്ക് ഒരിക്കലും ആക്ടിവേറ്റ് കോൺഫറൻസ് ബിഫോർ കൊടുക്കാൻ പറ്റില്ല. അത് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു മീറ്റിംഗ് ഉണ്ട്, എനിക്കിപ്പോ നാളത്തേക്കാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ഇന്ന് തന്നെ ഷെഡ്യൂൾ ചെയ്ത് മീറ്റിംഗ് ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും. പക്ഷെ നാളെ മീറ്റിംഗ് തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ മാത്രമേ ആൾക്കാർ അതിനകത്ത് കയറാൻ പാടുള്ളൂ. അങ്ങനെ എനിക്കൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പോൾ 1 അവർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് ഞാൻ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ഇപ്പൊ നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ എന്നത്തേക്കോ വേണം ഷെഡ്യൂൾ ചെയ്തെന്ന് വിചാരിച്ചോ, പക്ഷെ മീറ്റിംഗിന്റെ സ്റ്റാർട്ട് ടൈം കൊടുത്തേക്കുന്ന എത്രയാണോ അതിന് 1 മണിക്കൂർ മുന്നേ തൊട്ടേ മാത്രമേ ഉള്ളൂ മീറ്റിംഗിനകത്ത് ആൾക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ മോഡറേറ്ററായി ഞാൻ അതിനകത്ത് ഉണ്ടാവണം. ഞാൻ ആ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതാണ് ആക്ടിവേറ്റ് കോൺഫറൻസ് ബിഫോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഈ അടുത്തതെന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഡോക്യുമെന്റ്സ് ടു അപ്ലോഡ്. ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോ ചില മീറ്റിങ്ങുകൾക്ക് നമുക്ക് അജണ്ട അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും. ആ അജണ്ട ഡോക്യുമെന്റ് ഇപ്പൊ നമ്മൾ ഇപ്പോൾ പ്രൊഫഷണൽ ആയിട്ടൊരു മീറ്റിംഗ് നടത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ മീറ്റിംഗിന് ഒരു അജണ്ട ഉണ്ടാവും. അതിൽ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്, എന്തൊക്കെയായിരിക്കും അതിനകത്ത് പറയാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഓൾറെഡി എഴുതി വെച്ചേക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അജണ്ട. ആ ഡോക്യുമെന്റ് നമുക്ക് ഓൺലൈനായിട്ടും കൊടുക്കാം. അതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് ഐ ഹാവ് ഡോക്യുമെന്റ്സ് ടു അപ്ലോഡ്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്യുന്നതിന് നെക്സ്റ്റ് പേജിൽ അത് വരും. അത് ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാറ്. അപ്പൊ ആ ഓപ്ഷൻ എന്ന് വെച്ചാൽ അജണ്ട പോലത്തെ സാധനങ്ങൾ അപ്ലോഡ് ചെയ്യാനാണ്. യു ക്യാൻ അപ്ലോഡ് ഡോക്യുമെന്റ്സ് ആഫ്റ്റർ ഷെഡ്യൂളിംഗ്. ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ലാർജ് കോൺഫറൻസ് എന്ന് വെച്ചാൽ അത് നമ്മൾ എല്ലാവർക്കും എനേബിൾ ചെയ്ത് കൊടുക്കാത്തൊരു ഫീച്ചറാണ്. അത് വെച്ചാൽ നമ്മുടെ MCUവിന്റെ കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുള്ള ഒരു MCU നമ്മൾ ഒരു മീറ്റിംഗിന് അലോക്കേറ്റ് ചെയ്യും. നമ്മൾ മാക്സിമം കൊടുക്കുന്ന ആക്റ്റീവ് പാസീവ് പാർട്ടിസിപ്പൻസ് വെച്ചാൽ 100 ആണെന്ന് സപ്പോസ് 100 ആണെന്ന് വിചാരിക്കില്ലേ. ഇപ്പൊ 150 100 നമ്മൾ ആക്റ്റീവ് 100 150 100 പാസീവ് ആണ് സമ്മതിക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റും. അപ്പൊ MCUവിന്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ഈ ലാർജ് കോൺഫറൻസ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ പാർട്ടിസിപ്പൻസിനെ അറ്റ് എ ടൈം ഒരു മീറ്റിംഗിൽ കൊള്ളിക്കാൻ പറ്റും.
എന്നുവെച്ചാൽ കപ്പാസിറ്റി കൂടിയ ഒരു MCU ഓട്ടോമാറ്റിക്കലി അലോക്കേറ്റ് ആകും. അതിനകത്തേക്ക് വേറെ മീറ്റിങ്ങുകളൊന്നും വരത്തുമില്ല. അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ലാർജ് കോൺഫറൻസ്. പിന്നെ സെക്യൂർ കോൺഫറൻസ്, ഒതന്റിക്കേറ്റഡ് കോൺഫറൻസ് എന്ന് പറഞ്ഞ 2 തരം കോൺഫറൻസ് ഉണ്ട്. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് നമുക്ക് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റ് എ ടൈം ഒരെണ്ണം എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. സെക്യൂർ എനേബിൾ ചെയ്താൽ ഒതന്റിക്കേറ്റഡ് എനേബിൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ തിരിച്ചു. സെക്യൂർ എന്ന് വെച്ചാൽ നമ്മൾ മീറ്റിംഗ് കുറച്ചുകൂടെ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് അങ്ങനെ വരില്ല. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരു കൂടുതൽ സെക്യൂരിറ്റി വേണ്ടി ഇപ്പൊ മിനിസ്റ്ററൊക്കെ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളാണ്. അപ്പൊ അതിനകത്ത് വേറെ പുറത്തുനിന്നുള്ള ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓപ്ഷൻസ് എനേബിൾ ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ സെക്യൂർ കോൺഫറൻസ് ആണെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരും മാത്രം. ഇപ്പോൾ ഞാൻ സപ്പോസ് ആരതിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരതിയുടെ മെയിൽ ഐ ഡി അടിച്ച് ആരതിയുടെ മെയിൽ ഐ ഡിയിലേക്ക് വരുന്ന ഒരു OTP അടിച്ച് മാത്രമേ മീറ്റിംഗ് കയറാൻ പറ്റുള്ളൂ. അത് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതാണ് സെക്യൂർ കോൺഫറൻസിങ്, സെക്യൂരിറ്റി കോൺഫറൻസിങ്. അടുത്തത് ഓതന്റിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ, പക്ഷെ ഞാൻ ആരതിനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആരതിക്ക് മെയിൽ ഐ ഡി അടിച്ച് ജോയിൻ ചെയ്യാൻ പറ്റും. ആരതിയുടെ മെയിൽ ഐ ഡി അടിച്ച് അങ്ങനത്തെ ഒരാൾ ഉണ്ടെന്ന് നമ്മൾ വാലിഡേറ്റ് ചെയ്തിട്ട് മാത്രമേ കയറുള്ളൂ. ആരതിയുടെ മെയിൽ ഐ ഡി അടിക്കും, ആരതിയുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP വരും, ആ OTP അടിച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതാണ് വ്യത്യാസം വരുന്നത്. സെക്യൂറിനകത്ത് നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. ഒതന്റിക്കേറ്റിനകത്ത് ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിലും വർക്കൗട്ട് ആകും, പക്ഷെ ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പറിന്റെ വാലിഡേഷൻ കൊടുക്കേണ്ടി വരും. നമുക്ക് ചൂസ് ചെയ്യാം, ഫോൺ നമ്പർ ആണോ മെയിൽ ഐ ഡി ആണോ വേണ്ടെന്നുള്ളത് ചൂസ് ചെയ്യാം. അങ്ങനെ ഒരു വാലിഡേഷൻ കൊടുത്തിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതാണ് ഒതന്റിക്കേറ്റഡ് കോൺഫറൻസ്. അടുത്തെന്ന് വെച്ചാൽ ഒരു കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദിസ് കോൺഫറൻസ്. അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളൊരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഈ മീറ്റിംഗിൽ വരുന്നില്ലായിരുന്നു, പക്ഷെ ഈ മീറ്റിംഗിന്റെ ഡീറ്റെയിൽസ് എനിക്ക് നേരത്തെ റെക്കോർഡ് ചെയ്ത് കിട്ടണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ വരാതെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം മോഡറേറ്റർ ഞാനായതുകൊണ്ട് എനിക്ക് മാത്രമേ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ഞാൻ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഈ മീറ്റിംഗിൽ ആദ്യത്തെ ആൾ കയറുമ്പോൾ തന്നെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവാൻ തുടങ്ങും. ഈ മീറ്റിംഗ് എപ്പോൾ ആക്ടിവേറ്റ് ആകുന്നു അപ്പോൾ തൊട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആകും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദിസ് കോൺഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത്രയുമാണ് നമ്മുടെ അഡ്വാൻസ് ഓപ്ഷൻസ് ഉള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, ബ്രോ ഇതിന്റെ സാമ്പിൾ അക്കൗണ്ട് ആയിട്ടുണ്ടോ? സാമ്പിൾ അക്കൗണ്ട് എന്ന് വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കാനാ? വെറുതെ ബീറ്റയിലോ മറ്റേ ഇല്ലാതെ. അത് തരാം. അത് ആക്ച്വലി വി കൺസോൾ ഇനിയിപ്പോ എല്ലാരും 7 hours വർക്കിംഗ്, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്രൊജക്റ്റിൽ 7 hours ഉള്ളൂ, ബാക്കി 1 hour ഷഫിൾ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിപ്പോ വി കൺസോളിലും വരും. അപ്പൊ ക്യൂഎലുള്ള എല്ലാവർക്കും ആക്ച്വലി എല്ലാത്തിലും അക്കൗണ്ട് ഉണ്ടാവും, ക്രിയേറ്റ് ചെയ്യും. ആ സമയത്ത് എല്ലാവർക്കും അസൈൻ ചെയ്ത് തരാം. എല്ലാവർക്കും തരും അല്ലേ കേട്ടോ? മേച്ചോട്ട് അങ്ങനെയല്ല പറഞ്ഞു. അത് മേച്ചോട്ടൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും മീറ്റിങ്ങിൽ വരും, എല്ലാവർക്കും അസൈൻ ആവും. ഇപ്പോൾ ബ്രിങ്ങിലുള്ളവർക്ക് വി കൺസോൾ ഉണ്ട്, വി കൺസോളുകാർക്ക് ബ്രിങ് കിട്ടും. അപ്പോൾ